ഇന്നത്തെ പണിയെ നമ്മളെ ചട്ടിയിൽ പച്ചക്കറി തൈകൾ നട്ടു കൊടുക്കുകയാണ്. ഇതൊക്കെ മുന്നേ നമ്മൾ ചെയ്ത ചട്ടികൾ ഒഴിവാക്കിയതാ കേട്ടോ. ഒക്കെ കാലിച്ചട്ടികൾ. ഇതിൽ നമ്മൾ ആദ്യത്തെ ഓടിന്റെ പൊട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ഇതിലെടുത്തിട്ടുണ്ട്. വിയമ്മക്ക് കൊക്കക്കായി ഒക്കെ കൊക്കക്കായി പറിച്ചു കൊടുത്ത് നല്ല ക്ലീൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. നമ്മളെ റെയിൻ ഷെൽട്ടറിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇതൊക്കെ നിറയ്ക്കുന്നത്. നമ്മൾ കുറെ പച്ചക്കറി തൈകൾ കഴിഞ്ഞ ആഴ്ച നട്ട് പുറത്ത് ഒക്കെ മഴ പെയ്തിട്ട് കുറെ തൈകൾ കേടായിപ്പോയി. അപ്പൊ ഞാൻ അതൊക്കെ മാറ്റി നടണമെങ്കിൽ മഴ ഒന്ന് നിൽക്കണം. അപ്പൊ അതിന് മുന്നേ നമുക്ക് ചട്ടിയിൽ നട്ട് കൊടുക്കാം. നമ്മൾ ചട്ടിയിൽ നട്ടതിന് ഒരു കുഴപ്പമില്ല. ചട്ടിയിൽ പച്ചവളമൊക്കെ നട്ട് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് റെയിൻ ഷെൽട്ടറിന്റെ ഉള്ളിൽ പോവാം. മഴ പെയ്യുന്നുണ്ട്. ഞാൻ പോലെ നാസർക്ക എന്തായി ഇവിടെതാ നാസറൊക്കെ ഞാൻ കൊണ്ടുവെക്കുന്ന ചട്ടിയിലൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് നിറയ്ക്കുന്നുണ്ട്. കുറച്ചും കൂടി ചട്ടി ഉണ്ട് കേട്ടോ. അങ്ങോട്ട് എടുത്തിട്ട് വരാം. ഓടില്ലാത്തതിൽ ഓടിട്ടോളി കേട്ടോ. അപ്പൊ ഞാൻ ബാക്കി ചട്ടിയും കൂടെ എടുത്തിട്ട് വരാം. നമ്മൾ കൊണ്ടുവരുന്ന ചട്ടിയിലൊക്കെ മണ്ണ് തെറിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുറത്ത് വെച്ചതുകൊണ്ടാണ്. നമുക്ക് നട്ട് സെറ്റായി കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. പിന്നെ വേഗം നമ്മൾ തൈകൾ നട്ടു കൊടുത്തിട്ടില്ല. കണ്ടേ ട്രേയിൽ കുറെ ദിവസമായി. ഇത് നമ്മൾ പോക്ക് തൈ നടാൻ വേണ്ടി വെച്ച തൈകളാണ്. നമ്മൾ ചട്ടിയിൽ നടാൻ വേറെ തൈകൾ കൊണ്ടുവരാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മൾ പുറത്തുള്ളത് പോയതുകൊണ്ട് ഇത് വേഗം ചട്ടിയിൽ നട്ടു കൊടുക്കുക. പുറത്തുള്ളതിന് മാറ്റി നടണമെങ്കിൽ മഴ ഒന്ന് നിൽക്കണം. മുഴുവൻ തൈകളും നല്ല പച്ചമുളക് നമ്മൾ 3 ട്രേ പച്ചമുളക് നട്ടു കൊടുത്തിരുന്നു. ഒറ്റ കുറെ പകുതിയിലേറെ തൈകൾ ഒക്കെ മഴ ഇങ്ങനെ കുത്തി വിട്ട് പിന്നെ വലിയ മഴ പെയ്തത് തൈകളൊക്കെ കേടായിപ്പോയി. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ നിരത്തി വെക്കാം. അപ്പൊ നമ്മള് ഇതിൽ നിറയ്ക്കാനുള്ള മിക്സ് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇതിൽ നമ്മൾ സാധാ എന്നും നിറയ്ക്കുന്ന പോലെ അല്ല. ഇതിൽ നമ്മൾ മണ്ണും വളവും നമ്മൾ കോഴി ഷെഡിലുള്ള കേട്ടോ. നമ്മൾ കോഴി ഷെഡിന്റെ അടിഭാഗം ക്ലീൻ ചെയ്യുന്നതിന്റെ നമ്മളെ തറയിലൊക്കെ മണ്ണാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ ആ മണ്ണും നമ്മൾ അറക്കപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് അതുകൊണ്ട് മണ്ണും വളവും കൂടെ ഒരുമിച്ച് കിട്ടി. പിന്നെ ഇതിൽ നമ്മൾ കുറച്ചും കൂടെ ഇട്ട് കേട്ടോ. മണലും ഇട്ട് കുമ്മായും ഇട്ട് നല്ല ലൂസ് നോക്ക്. നമ്മൾ പുറത്തുനിന്ന് മണ്ണ് കൊത്തിയെടുക്കുന്നതിലും നല്ല അടിപൊളിയാണ്. നല്ല ലൂസായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ കോഴി ഷെഡിൽ കറക്റ്റ് കൊണ്ട് എടുത്തപ്പോൾ കേട്ടോ. അത് പെട്ടെന്ന് ചെടികൾ കയറി കിട്ടും. കോഴിക്കാഷ്ടം നല്ലതാട്ടോ പച്ചക്കറിക്കൊക്കെ. നമ്മൾ കോഴിക്കാഷ്ടം മാത്രമല്ല അതിലുള്ള അറക്കപ്പൊടിയും അതിലുള്ള മണ്ണും എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തോണ്ട് ഒന്നുകൂടെ നന്നാവും. ഇതുണ്ടോ നിറച്ച് വെച്ചത്. ഈ ഒരു ലെവൽ മതി കേട്ടോ. ഇതിലൊക്കെ കുറച്ച് കൂടുതലാണ്. കുറച്ച് ഇത്ര വേണ്ട. കുറയ്ക്കുക. എന്താ നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് എന്തായാലും കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒന്നെല്ലാം ചട്ടിയിൽ മാറ്റിയിട്ടോ കേട്ടോ. നമുക്ക് ഈ ഒരു ലെവൽ മതി. അതിലൊക്കെ കൂടുതലാണ്. കുറച്ച് എടുക്കണം കേട്ടോ. എല്ലാത്തിനും ഒരു ചട്ടി എടുത്തിട്ട് ഒരു ചട്ടി തരി ഇതിലോട്ടുണ്ട് വാരിയിട്ടാൽ എല്ലാം ക്ലിയർ ആവും. ഒന്ന് ഇനി കുറച്ച് ഇരിക്കും. എന്നാലും നമ്മള് അതുകൊണ്ട് നിങ്ങൾ കൂട്ടിയിട്ടിട്ട് കാര്യമില്ല. എന്താ വെച്ചാൽ നമുക്ക് പിന്നെ മണ്ണ് ഇട്ട് കൊടുക്കുമ്പോഴേ മുകളിലായിപ്പോ ഗ്യാപ്പ് വരില്ല. ഇതൊക്കെ കറക്റ്റാ. ഈ ലെവല് ഇതിന്ന് കുറച്ചെടുക്കാം. നല്ല ലൂസ് ഉണ്ട് അല്ലേ. ചെടികൾ വളർന്നു കിട്ടും. നല്ല വേരോട്ടം ഉണ്ടാവും. നമ്മൾ നിറച്ച ചട്ടികളൊക്കെ ഇതുപോലെ വഴുതന നട്ട ഏരിയന്റെ സൈഡിലൂടെ ഇങ്ങനെ വെക്കാം. ഇപ്പൊ നമ്മളിങ്ങനെ വെച്ചിട്ട് ഇതിൽ നമ്മൾ തൈകൾ നട്ടു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കണ്ടില്ല ആ ഭാഗം നമ്മൾ മിക്സൊക്കെ കൂട്ടി വെച്ച ഭാഗം അവിടെ നട്ട തൈകളൊക്കെ വെച്ച ഭാഗത്തേക്ക് നമുക്ക് ഷീറ്റ് വിരിക്കണം. കളം മുളയ്ക്കാതൊക്കെ. എന്നിട്ട് അങ്ങോട്ട് ഓർഡറിൽ വെക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ചട്ടിയിലൊക്കെ ഇത് കറക്റ്റ് പിടിച്ചു കിട്ടും. എന്നിട്ട് വെയിൽ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? കുറേയൊക്കെ എടുത്തിട്ട് പുറത്ത് വെക്കും. ഇപ്പൊ പച്ചമുളക് ഞാൻ പറയില്ല, ഒരു കുഴപ്പമില്ല. നമ്മൾ പുറത്ത് നട്ട സമയത്ത് തന്നെ ചട്ടിയിൽ നട്ടാണ് പച്ചമുളക്. അതിനൊരു കുഴപ്പമില്ല. തക്കാളി കുറച്ച് ചീഞ്ഞു പോയി പുറത്ത് വെച്ച്. പിന്നെ നമ്മൾ കുറച്ച് തക്കാളിയും കൂടെ കൂടുതൽ നട്ടു കൊടുക്കണം. ആ ചട്ടികളൊക്കെ ഇങ്ങോട്ട് എടുത്തു കൊണ്ടിരുന്നു അല്ലേ. തക്കാളിയിൽ കുറെ ഇതിൽ തക്കാളി പോയിട്ടുണ്ട്. പിന്നെ നല്ല മഴയാണെങ്കിലും നമുക്ക് ഇത് ഒരു ഭാഗത്തേക്ക് എടുത്തു വെക്കാം. ചട്ടിയാവുമ്പോൾ നമ്മൾ പുറത്ത് നട്ടത് ഒന്ന് പിടിച്ച് കിട്ടുന്നവരെ വലിയ മഴ വന്ന പ്രശ്നം. ഇതിൻ്റെ ഉള്ളിലും തവള എത്തിയിട്ട് അങ്ങോട്ട് തവള വെട്ടിയിട്ട് വഴുതനന്റെ ചെറിയ തണ്ട് മാത്രമേ ഉള്ളൂ തല വെട്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ടോ തവള വെട്ട്. പുറത്ത് നമുക്ക് പോക്ക് തൈ പകുതിയോളം പോക്ക് തൈ നടാനുള്ളത് തവള വെട്ടിയിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പൊ മഴ വന്നിട്ടും പോയി. അപ്പൊ ഇനി എന്തായാലും കുറച്ച് ട്രേ തൈകൾ കൊണ്ടുവരണം. അപ്പൊ ഇവിടെ ഉള്ളത് നമുക്ക് എന്തായാലും വേഗം നട്ടു കൊടുത്താല് പച്ചമുളക് ഉണ്ട്. ആ ബുള്ളറ്റ് മുളകൊക്കെ ട്രേയിൽ വെച്ചിട്ട് വേഗം അധികം ട്രേയിൽ വെക്കാൻ പറ്റൂല. ഇല ഒഴിഞ്ഞു ഒരു മഞ്ഞളിപ്പം വരും. സാധാ നീളം പച്ചമുളക് ഒരു കുഴപ്പമില്ല, കുറേ ദിവസം വെക്കാം. ഇങ്ങനെയൊന്നുമല്ല, നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടൊക്കെയാണ്
ചട്ടികൾ ഓർഡർ ആക്കി വെക്കുമ്പോൾ കേട്ടോ. ഇപ്പം നമ്മൾ അടുപ്പിച്ച് വെച്ചത് ഒന്ന് പിടിച്ചു കിട്ടുന്നവരെ ഇങ്ങനെ ചേർത്ത് വെക്കാം. ആദ്യം നമുക്ക് ഈ തൈകൾ നട്ടു കൊടുക്കാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ബുള്ളറ്റ് മുളകിന്റെ തൈകൾ കണ്ടില്ലേ. ഒറ്റ തൈ നമ്മൾ എടുത്തിട്ടില്ല, പക്ഷെ ട്രയൽ വെച്ചാൽ വേഗം ഇതുപോലെ ഇലയൊക്കെ കൊഴിഞ്ഞു പോകും. ഇത് കണ്ടില്ലേ നമ്മുടെ നീളം പച്ചമുളക്, സിറാമുളക്, ഇതിനൊരു കുഴപ്പമില്ല. ഇത് നമ്മൾ പുറത്ത് നട്ടതിന്റെ ബാക്കിയാണ്. ഇത് എത്ര വേണമെങ്കിലും നമ്മൾ ട്രയൽ നിൽക്കും. ഇതിൽ നിന്ന് കുറച്ച് നട്ടു വെക്കാം. എന്തായാലും മണ്ണിൽ വെച്ചാൽ ചിലപ്പോൾ റെഡിയായി കിട്ടും. മുഴുവൻ ഇല ഒഴിഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ട്രേ കൊടുത്തിട്ട്, അല്ല 2 ട്രേ കൊടുന്നു. ഒരു ട്രേ നട്ടു, ഒരു ട്രേ പോക്ക് തൈന് വെച്ചു. ഇതുപോലെ ഒന്നിനും പറ്റാതെ. പിന്നെ കുറച്ചെങ്കിലും കിട്ടും നോക്കാം. ചിലപ്പോൾ പുതിയ തൂമ്പ് വരും. പിന്നെ നമുക്ക് കുറച്ച് തക്കാളി നട്ടു കൊടുക്കാണ്ട്. തക്കാളി നമ്മൾ ചട്ടിയിൽ കുറേ നട്ടത് പോയതുണ്ട് പുറത്ത് വെച്ചോണ്ട്. അപ്പോൾ അത് കുറച്ച് ആ ചട്ടികൾ നമ്മൾ ഇങ്ങോട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. അതിലും മണ്ണ് നിറച്ചിട്ടുണ്ട്. ബാക്കി കുറച്ച് വഴുതനി. ക്യാബേജ് പിന്നെ നമ്മൾ പുറത്ത് നട്ടില്ലേ, അവിടെ പോക്ക് തൈ നട്ടു കൊടുക്കാം. 2 ട്രേ, ഭാഗ്യത്തിന് 2 ട്രേ ഉണ്ട്. ഈ മൊത്തം തൈ നമുക്കവിടെ നട്ടു കൊടുക്കേണ്ടി വരും. കുറേ തൈകൾ ക്യാബേജും പോയിട്ടുണ്ട്. പിന്നെ ചെണ്ടുമല്ലിയും പോക്ക് തൈന് വെച്ചതാണ്, അതും മാറ്റിയിടണം. ഒക്കെ മഴ പറ്റിച്ചാട്ടോ, വലിയ മഴ 2 ദിവസം നല്ല മഴ വന്നുകൊണ്ട് തൈകളൊക്കെ കേടായി പോയതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് നടാം. ചട്ടികളൊക്കെ നമ്മൾ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗ്രോ ബാഗ് ഒക്കെ നിറയ്ക്കാനുണ്ട്. ഉള്ളതിൽ നല്ല തൈകൾ നോക്കിയാടോ അല്ലേ. ഇതിനൊന്നും കുഴപ്പമില്ല. ഇത് തൈകൾ ഇങ്ങനെ ട്രയൽ വെച്ച് വലിപ്പം കൂടിയിട്ടൊന്നുമല്ല കേട്ടോ. ഈ ഒരു മുളകിന് വരുന്ന ഒരു പ്രശ്നമാണ്, നല്ല ഇലചുരുളിച്ചയും വരും പെട്ടെന്ന്. ഉണ്ടായി കിട്ടിയ നല്ല മുളകുമാണ്. നമ്മൾ കൊണ്ടാട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ മുളകാണ് നമ്മളെ ബുള്ളറ്റ് മുളക്. തക്കാളിന്റെ തൈ നമ്മൾ നടുന്നതേ 2 കേട്ടോ, ഡബിളാ വെച്ച് കൊടുക്കുന്നത്. അത് ശരിക്ക് നല്ല 2 വിളവ് കിട്ടി കഴിയുമ്പോൾ തക്കാളി പോകും. വഴുതന മതി കുറേ നിൽക്കില്ലല്ലോ. അപ്പം 2 വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. തൈകൾ നിന്ന് കറക്റ്റ് വളർന്നോളും. പുറത്ത് ആദ്യം ചട്ടിയിൽ വെച്ചതും ഡബിൾ തന്നെയാണ്. ഒരു ചട്ടിയിൽ 2 പോയിട്ടുണ്ട്. കുറച്ച് താത്തണല്ലേ, തൈകൾ കുറച്ച് വലുതായിട്ടോ. അപ്പോൾ നമ്മൾ നിറച്ച ചട്ടിയിലൊക്കെ തൈകൾ നട്ടു കഴിഞ്ഞ്. അപ്പോൾ നല്ല മഴ ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ചട്ടിയിൽ പച്ചക്കറികൾ നട്ടാൽ നമുക്ക് എപ്പോഴും നമ്മളെ വീട്ടാവശ്യത്തിലുള്ള പച്ചക്കറികൾ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ നട്ടത് കൂടുതലും വിൽക്കാൻ്റെ ആവശ്യത്തിനാണ്. അപ്പോൾ ഇതുപോലെ ചട്ടിയിലൊക്കെ നട്ടുണ്ടെങ്കിലേ പെട്ടെന്ന് വന്നിട്ട് ഒരു പച്ചമുളക്, ഒരു വഴുതന അല്ലെങ്കിൽ ഒരു തക്കാളിയൊക്കെ പെട്ടെന്ന് കിട്ടാൻ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ മഴയൊന്നും ഒരു പ്രശ്നമല്ല. മഴക്കാലത്ത് നമുക്ക് എന്ത് ചെയ്യാം, നല്ല മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ സൈഡിലൊക്കെ, എല്ലാവർക്കും ഇപ്പോൾ റെയിൻ ഷെൽട്ടറും പോളിയോസും ഒന്നും ഉണ്ടാവണമെന്നില്ല. വീടിന്റെ സൈഡിലൊക്കെ വെച്ച് കൊടുത്തിട്ട് മഴ മാറുന്ന സമയത്ത് ഒന്ന് തൈകളൊന്ന് പൊന്തി കിട്ടിയാൽ തന്നെ നമുക്ക് ഇതൊക്കെ എടുത്തിട്ട് പുറത്ത് വെച്ചാൽ പിന്നെ അങ്ങോട്ട് റെഡിയായി കിട്ടും. പിന്നെ മഴക്കാലത്തുള്ള ഗുണം നമുക്ക് നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, നല്ല വിളവും കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, കുറച്ചൊക്കെ പച്ചക്കറി നടുക. നമ്മളെ ഇനിയിപ്പോൾ നമുക്ക് ഓണത്തിനായി കിട്ടൂലെങ്കിലും നമ്മൾ കുറച്ച് മുന്നാടിയാണെങ്കിൽ കറക്റ്റ് ഓണത്തിന് നമ്മളെ സദ്യക്കൊക്കെയുള്ള പച്ചക്കറി നമുക്ക് തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കായിരുന്നു. ഇനി എന്തായാലും അത് കഴിഞ്ഞിട്ടെങ്കിലും നമുക്ക് ഇഷ്ടംപോലെ പച്ചക്കറി വിളവെടുക്കണമെങ്കിൽ ഇതുപോലെ നട്ടു കൊടുത്താൽ മതി. പിന്നെ വലിയ ചിലവൊന്നും വേണ്ട. ഒരു വട്ടം നമ്മൾ ചട്ടി വാങ്ങിച്ചെങ്കിലുണ്ട്, അതൊക്കെ നമ്മൾ ഉപയോഗിച്ച ചട്ടികളാണ്. അപ്പോൾ വീണ്ടും നമ്മൾ അതിലിങ്ങനെ മണ്ണൊക്കെ നിറച്ചു കൊടുത്ത് വീണ്ടും നട്ടു കൊടുക്കുക. ഇപ്പോൾ ഗ്രോ ബാഗ് കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ മുന്നേ ഉപയോഗിച്ച ഗ്രോ ബാഗാണ്. പിന്നെ ഓരോന്നിനും സൈസ് അനുസരിച്ച് നല്ല വേര് പോകുന്ന ചെടികളൊക്കെ കുറച്ച് വലിയ ചട്ടിയിലും ഗ്രോ ബാഗ് നട്ടു കൊടുക്കുക. തക്കാളിയൊക്കെ നമുക്ക് ഇതുപോലെ ചെറുതിൽ നട്ടു കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനി ഞങ്ങൾക്ക് ഈ ഗ്രോ ബാഗൊക്കെ നിറച്ചിട്ടേ ഇവിടെയൊക്കെ ഒന്ന് ഈ മണ്ണ് എല്ലാത്തിലും നിറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് മാറ്റൊക്കെ വിരിക്കാൻ. അപ്പോൾ ആ പണിയിലോട്ട് പോട്ടെ. എന്നാൽ വീഡിയോ ഇവിടെ നിർത്താം.